കഴിഞ്ഞ വീഡിയോയിലെ ഹീറോ അർഷാദ് നമ്മളൊപ്പുണ്ട്. അർഷാദ് എന്തോ മടി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അർഷാദ് പറയും കഴിഞ്ഞ വീഡിയോന്റെ എഫക്ട് ചെയ്തോ? അല്ല ഫുഡ് അടക്കട്ടെ. കഴിഞ്ഞ വീഡിയോ താങ്കളെ കഴിഞ്ഞ വീഡിയോ എഫക്ട് ചെയ്തോ? ഞാൻ പറയണേ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണ ചങ്ങായി. എനിക്ക് ഫുഡ് എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ഇന്നലെ എന്താ കഴിച്ച്? ഇന്നലെ ഒരു ഷവർമ കഴിച്ച്, പിന്നെ ഫ്രൈഡ് റൈസ് കഴിച്ച്, ഇവരാണ് കട്ട്. പിന്നെ ചെറിയൊരു 65 ഇന്ന് പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നോക്കണം എന്താണ് അവസ്ഥ. ഫുഡ് കഴിക്കാന് ഫാമിലി എന്ത് പറയുന്നു? ഇല്ലല്ല, ഫാമിലി ആരും കണ്ടിട്ടില്ല. കാരണം എന്താ അയച്ചു കൊടുക്കാത്ത? കാരണം എന്താ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? നമ്മളെ വീഡിയോസ് നമ്മള് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ടായി പോണം. അതേതാ കേസ്? ഓട്ടോമാറ്റിക് പ്രൊമോട്ട് ചെയ്ത് പോവുകയാണ് യൂട്യൂബ്. ഇത് നമ്മളെ രമേശേട്ടൻ എന്താ പറയാനുള്ളത്? എന്ത് പറയണെന്ന് വെച്ചാ എന്തെങ്കിലും പറഞ്ഞോ? സുഖല്ലേ? സുഖം. ഞാൻ സുഖമാണ്. എവിടുന്ന് വരുന്നു? ഞാൻ സഫാരിന്ന് വരുന്നു. സഫാരിയിൽ എന്തിനു പോയി? പഴം വാങ്ങാൻ സഫാരി പോയി. വേറെന്ത് വാങ്ങിച്ചു? ഇതെന്താ ഗ്ലാസ്സിൽ? എന്താ? കോഫി ഗ്ലാസ്. പോലെ ഇത് നമ്മളെ സ്വന്തം കാക്കയാണ്. കാക്കാക്ക് എന്താ പറയല്? രണ്ട് വാക്ക് ഓഡിയൻസിനോട് പറയും. യൂട്യൂബിൽ വരും കേട്ടോ. പ്രശ്നം ഉണ്ടോ? ഇല്ലല്ലോ. മൂപ്പർക്ക് എന്ത് പ്രശ്നം? ഞങ്ങള് സഫാരിക്ക് പോയി. പുതുതലമുറക്ക് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? രണ്ട് വാക്ക് പറഞ്ഞു. പുതുതലമുറക്ക് എന്താ കാര്യമായിട്ട് പറയാൻ? എന്താ പോലെ നല്ലവർക്ക് നടക്കുക, അല്ലാതെ എന്താ വേറെ ഒന്നുമില്ല. നിസ്കാരവും കാര്യമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ നിസ്കരിച്ചാണ് മതിയായിരിക്കും നടക്കുക. അതാണ് കാക്കാക്ക് പറയാനുള്ളത്. രമേശേട്ടൻ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് പറഞ്ഞാ നിങ്ങൾക്ക് എന്താ പറഞ്ഞാല് അയാള് മുങ്ങി. അറബിയിലെ പരിജ്ഞാനുള്ള ആൾക്കാർ പറയട്ടെ. മനസ്സിലാവുള്ള മാർക്ക് നോർത്ത് ഇന്ത്യൻ ഹിന്ദിയാണ്. ഷിമാലിയൂന്നാണ്. ഷിമാലാണെന്താ? നോർത്ത്. നോർത്ത് മീൻസ് ഷിമാല പറഞ്ഞാൽ അടുത്ത് വരട്ടെ. യമീനും ഷിമാലും കിട്ടില്ലേ? പിന്നെ ഈ സെന്ററിലുള്ളത് ചെറുത്. ഇത് അതല്ലടാ അതിന്റെ ഡീലി. അതിന്റെ ഡീലി ഇതൊന്നും വായില്ല. മിശ്രൂബാത്ത് സാഹ്റത്ത്. ഫോട്ടോ കാണാത്തൊക്കെ പെടുന്നില്ല. ഇപ്പോഴുള്ള ട്രിക്ക് മനസ്സിലായി. എടാ ഇതിന്റെ അർക്കത്തും മറ്റൊന്നില്ല. പറയാ ഇത് വെച്ച് സൂപ്പ് തേർഡ് വൺ സൂപ്പ് നല്ലട പോട്ട. അതല്ല ഞാൻ മൂന്നാമത്തെ പറഞ്ഞേ. ഇങ്ങനെ അല്ലല്ലോടാ. ഞാൻ പറയട്ടെ. തന്തൂരി അല്ലല്ല. ഇതൊക്കെ നമുക്ക് അറിയാത്ത വാക്കുകളാണ്. ഇത് അറിയണ വാക്കൊക്കെ എടുക്കേ. ബിരിയാണി അതാണോ? അറുസ് നല്ലപോലെ കണ്ടന്റ് കിട്ടും. അതിനകത്തൊക്കെ സുഖ. എന്താ വെച്ചാല് അങ്ങനല്ല, ഇത് ഞാൻ കൊറേ നേരത്തെ ഇത് മനസ്സിലായില്ല. ഇത് മന്തി എന്നാണ്. സിമ്പിളാണ്. മന്തി ദജാജ് ചിക്കൻ മന്തി. ചിക്കൻ മന്തി ഇവിടെ കണ്ടപ്പോ മനസ്സിലായി. പിന്നെ വായിച്ചു നോക്കി അപ്പൊ മനസ്സിലാവും. അതേമാതിരി ഇന്ത്യൻസ് ഉണ്ടോ? ഹിന്ദ് പറഞ്ഞാ ഇന്ത്യൻസ്.
ചിക്കൻ മന്തി ഉണ്ട്. എന്തെങ്കിലൊക്കെ ഉണ്ടാ ആൾക്കാർ കയറി ഈ റൈസും ഇല്ലാതെ പറഞ്ഞത് കാണിച്ചെടുത്താ ഈ റൈസും ഇല്ല അത് വെച്ച് എനിക്ക് പിന്നെ അടുത്ത് ചിക്കൻ മന്തി നെയ്ച്ചോറ് കഴിഞ്ഞു ഓക്കെ സലാഡ് കാണാൻ കയ്യെ ഇന്നലെ കാല് മൊത്തം ചോദിച്ചെടുക്കേ ഫുഡ് കഴിക്കാനല്ല ബീഫ് ഫ്രൈ മന്തി ഒരു 2 പൊറാട്ട അടിക്കും. ഗ്രേവി 2 ഷവായല്ലേ ഒരു ഫുള്ള് ഒരാപ്പ അപ്പൊ ഇനി ബാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. നീ പോവോ പോണോ ഇത് KSRTC അല്ലേ നേരം ബി വരാനേ നല്ല ശശിയാണ് കുഞ്ഞിപ്പത്തിരി കുഞ്ഞിക്കപ്പല് കുഞ്ഞിക്കപ്പൽ ആ കുഞ്ഞി നല്ല സാധനം കുഞ്ഞി നല്ല സാധനം ബീഫ് കൊമ്പൊക്കെ വെച്ചിട്ട് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കണേ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കണേ അടുപ്പത്ത് വെച്ചിട്ടാന്ന് പറയിക്കോട്ടെ അത് മാവ് അരിപ്പൊടിക്ക് ചുടുവെള്ളം വരുമ്പോ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പാരണ അപ്പൊ പാളും ഇങ്ങനെ ഉരുളായി വരും അത് വെച്ചിട്ടാണ് പാറ ഇതുവരെ കേട്ടുള്ളൂ പാറ കഴിഞ്ഞിട്ട് മീൻസ് അല്ല നീ പാറന്ന് പറഞ്ഞു അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോട്ടാ നെക്സ്റ്റ് അപ്പോ ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ട സാധനങ്ങൾ ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഒരു കുഴി ഉണ്ടാക്കും ഞാൻ കഴിച്ചൊരു കുഴി ഉണ്ടായിരുന്നില്ല ഗൈസ് സാധാ മതി ഞാൻ കഴിച്ചൊരു കുഴി ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ആവിയില് വേവിക്കണ സാധനം അല്ലേ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അല്ല എല്ലാരും പൈസ ഇപ്പൊ ഞാൻ കൊടുക്കണം പറഞ്ഞത് നടക്കണ പരിപാടി അല്ല കാർഡ് കൊടുത്തിട്ട് ഇങ്ങോട്ട് പൈസ ഷാബാസിന് വേണ്ടി ഒരു ദുആ എനിക്ക് വേണ്ടി തോർക്കണ്ട അപ്പൊ അർഷാദ് എന്ന് ഓൻ ദ്വാരക്കല്ല ഓൻ ദ്വാരക്ക എന്താടാ ഞാനേതവൻ നമുക്കൊന്നും പറയാനില്ല. എനിക്ക് കുറച്ച് പറയാനുണ്ട്. എന്നാ പറയും പിന്നെ പറയാം. എന്താടത് എല്ലാ വ്ളോഗിലും നടത്താൻ തന്നെ ഉള്ളു. ഇതെവിടുന്നാണ്? ഇതേതാ? രണ്ടാൾക്കാരും കൂടി ഞാനെന്റെ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് വരാൻ നിക്കല്ലേട്ടാ. അതൊക്കെ ചെലപ്പോ ചാടുമ്പോ ശരിക്ക് ചാട്. എന്തിനാണ് എനിക്ക് അവർക്ക് മതില് ചാടേണ്ട ആവശ്യം? അല്ല എന്തിനാ ഞാൻ ചോദിക്കണം. അവിടെ എനിക്ക് മതില് ചാടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ടാണ് കൈ ഒടിഞ്ഞു. അത് കളിച്ചിട്ട് ഒടിഞ്ഞതാ. ഇല്ല ഡയലോഗ് അടിച്ചു എന്നിട്ടാണെങ്കിൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറയാം. എന്നിട്ട് ഒന്നിനും പറ്റൂല. പിന്നെ തൊള്ളർക്കത് പറ്റൂല പറ്റൂല. നിങ്ങൾക്ക് പറയാം മാത്രം പോവും. എല്ലാ വ്യാഴ്ചയും ഞാൻ വ്യാഴ്ച പോവും. അതിനിപ്പോ എന്താ ഫൈനലി നമുക്ക് അൽമറായിന്റെ അൽമറായി ലെമൺ മിന്റ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ജ്യൂസുകളൊക്കെ ഉണ്ട്. നേരത്തെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊന്നപ്പോ പെടിയല്ല പെടി തന്നെയാണല്ലോ. ആ എന്നാ വേറെ എടുത്തോളി. എന്നാ വേറെ എടുത്തോളി. ഓൺ എടുത്ത് എടുക്കണ്ട. അതിന് നേരെ ഓപ്പോസിറ്റ് എടുക്കാം.
ഞാൻ ഏതായാലും ഒരു അമ്മൂല് എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് അടിപൊളിയാക്കാം പിസ്റ്റൺ. ഞാൻ അത് എടുത്തു അതുകൊണ്ട് എന്തോ കോഴി കോഴിയാണ്. ഉത്തർപ്രദേശിൽ നിന്ന് ബീഫാ. ഉത്തർപ്രദേശ് ബീഫ്. മഹാരാഷ്ട്ര വാങ്ങുക ചെയ്യും. കുറെ നേരമായില്ല 36 കളിച്ചിന്. നല്ല പാക്കിങ് ഒക്കെ ആണല്ലേ. വീഡിയോ എടുക്കുന്നോണ്ടാണ്, അല്ലെങ്കിൽ കൊണ്ട് സാധനം ഇവിടുന്ന് എടുക്കലില്ല. നാളികേരം കട്ട് ചെയ്തേക്കിനെ വാങ്ങട്ടെ. എന്ത് യെസ് ഇതൊക്കെ തിന്നാ മതിയാണ്. എക്കഡോറ് എന്താ ചങ്ങ ഇതൊക്കെ എങ്ങനെ തീരിടുക? അതിലിട്ടൊക്കെ അപ്പൊ കാണാൻ അങ്ങനെ. ആ എനിക്കാണോ? എല്ലാരും നോക്കണേ ചങ്ങായി. ഞാൻ ഇന്നലെ തുടങ്ങിയാൽ പോക്കറാണ്. എനിക്കാണോ? തീമണാണോ? വേണ്ട, എനിക്ക് ഒരിടത്തും തിന്ന ഓർമ്മല്ലേ. തോന്നും ഒന്നും തോന്നൂല. എനിക്ക് വേണം വേണ്ട? എനിക്ക് വേണ്ട. അത് കഴിച്ചിട്ടാണ് കിട്ടിയത് ഓർമ്മല്ലേ. വല്ലാതെ എടുക്കണം, 2.5 എടുത്താൽ മതി. എനിക്കൊന്നും ഇല്ല. ഗ്യാപ്പ് കിട്ടിയപ്പോ ഈ പാളിയ സമയത്ത് എന്താണ് താങ്കൾ പറയുന്നത്? ഇത് അടിപൊളി സാധനം. ഒരു ടോണിക്കിന് എനിക്ക് നല്ല പാലിന്റെ. അപ്പൊ അർഷാന്റെ നാട് മങ്കടല്ലേ? പക്ഷെ മങ്കടല് അല്ല, മങ്കടയില് ടോണിക്കിന് പകരം പാലാണ് കൊടുക്കണു അല്ലേ? ഇതിൽ ടോണിക്കിന്റെ അംശം കണ്ടോ? ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അംശം കണ്ടോ? ഒരു മിനിറ്റ് എന്താ ആശി കഴിച്ചോ? എനിക്ക് എന്താ ഫീൽ ചെയ്ത്? ഉള്ള പോലെ ഐസ്ക്രീം ടോണിക്കിന്റെ ഫീൽ ഉണ്ടോ? ചോയ ഉണ്ടോ? ഉണ്ട്. സൽമാൻ കഴിച്ചോ? കഴിച്ചില്ല. ഓരോന്നും കൊടുത്താ എന്നോട് അറിയാം. ഞാൻ ജയിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചില്ല. ഞങ്ങൾ രണ്ടാളും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് രണ്ടാളും ടോണിക്കിന്റെ ചോയ. ഉള്ള പോലെ പറയും. ട്വിസ്റ്റന്റെ ഏഴെടുത്ത് കൂടെ എത്തിയില്ല. ടോണിക്കുണ്ടോ? ഞാൻ ഷുഗർ കട്ട ഞാൻ ടോണിക്കിന് പാലിന്റെ ചോയ. കുൽഫിക്ക് മാംഗോന്റെ ചോയ. അർഷായിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അർഷ അപ്പൊ നമ്മളെ സഫാരിന്ന് നമ്മളൊരു സബ്സ്ക്രൈബറിനെ കിട്ടി. ഞങ്ങള് വീഡിയോ ഡെയിലി കാണലുണ്ടോ? എന്ത് പറയും? എല്ലാ ദിവസവും ഞങ്ങളാരാ മനസ്സിലായോ? ഞങ്ങളാണ് വിസ്മയ. മറ്റേ ഇറച്ചിച്ചോറിന് വിളിച്ചിട്ടുണ്ടായി. ഇറച്ചിച്ചോറ് എന്താ ഇല്ലാത്ത? എല്ലാ ദിവസവും ഇല്ലല്ലോ. തിങ്കളാഴ്ച ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവും സെറ്റ്. അപ്പൊ നിങ്ങളെ കടന്റെ പേരെന്താ? ഗ്രീൻ സാഗറിലെ ഇറച്ചിച്ചോറ് സീനാട്ടോ അല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം വിളിച്ചുമ്പോ 2 ഇറച്ചി എക്സ്ട്രാ. അപ്പോ അതിന് മുമ്പിട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടില്ല എല്ലാവരും? അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ അതിൽ നല്ല കിടിലൻ എന്താണ് കണ്ടന്റുകളുണ്ട്. കാണാത്തവർക്ക് നഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പ്രശ്നങ്ങളും കുറേ ആൾക്കാർ 200ഓളം മെസ്സേജുകൾ നമുക്ക് 200ഓളം ഫ്രണ്ട്സ് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആകെ 437 സബ്സ്ക്രൈബേഴ്സും 150 വ്യൂസും തന്നെയാണ് ഇതിന്റെ നിന്നത്. ഓന്
എന്താ പറയാ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മള് സെൽഫ് പ്രൊമോഷൻ അല്ല നമ്മളെ ഇത് നമ്മളൊരു ഇവിടെ ഖത്തറിൽ വന്ന് കാണേണ്ടി ഒരു സബ്സ്ക്രൈബിന്റെ കൊണ്ടല്ല ഇത് മുന്നോട്ട് പോകുന്നത്. പ്രേക്ഷകര് കാണണം, ആൾക്കാരെ ഏറ്റെടുക്കണം, ജനങ്ങളെ ഏറ്റെടുക്കണം. സ്വന്തമായിട്ട് ഇജ്ജ് ആദ്യം ചെയ്യണം, എന്നാലല്ലേ എന്റെ ഒന്നും ഫോണിലോ. വീഡിയോ എല്ലാവരും കാണാ, എന്താണ് സപ്പോർട്ട് ചെയ്യാ. സബ്സ്ക്രൈബ് ചെയ്യാ. ആ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഫോളോ ചെയ്യല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, എല്ലാം ചെയ്തു. ഫാൻസ് നമ്മളെ ഏകദേശം ഇന്ത്യ കാലം വയ്ക്കാം. ഞാൻ പറയും തളർത്തി കളഞ്ഞല്ലോ നീ അവനെ. ഇല്ല, ബാക്കി കട്ട് ചെയ്യാലോ, അപ്പൊ എല്ലാരും ഈ വീഡിയോകൾ കാണാൻ. ഇനിയിപ്പോ തുടർന്നിട്ടുള്ള എല്ലാ വീഡിയോകളും കാണാം. പുതിയ പുതിയ കണ്ടന്റുകൾ, പുതിയ പുതിയ വിഷയങ്ങൾ, നമ്മളെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കുറെ കലാപരിപാടികൾ എല്ലതും ഉണ്ടാവും. അപ്പോ തീർച്ചയായും എല്ലാരും കാണാം. അത്രേ പറയാനുള്ളൂ. അപ്പൊ പറഞ്ഞാണ്. വീഡിയോ കാണാം. ഗുഡ് ബൈ.